എഴുത്തുകാരി, ചിന്തക, പൊതുനയ രൂപീകരണ വിദഗ്ധ എന്നീ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വിനീത ഹരിഹരനാണ് ഇന്ന് നമ്മോടൊപ്പം വാർത്താപുലരിയിൽ അതിഥിയായി ചേരുന്നത്. സ്വാഗതം ശ്രീമതി വിനീത ഹരിഹരൻ വാർത്താപുലരിയിലേക്ക്. നമസ്കാരം, സ്വാഗതം. പൊതുനയ രൂപീകരണ വിദഗ്ധ എന്നുള്ള രീതിയിലാണല്ലോ വിനീത ഹരിഹരൻ എപ്പോഴും പ്രശസ്തയും അറിയപ്പെടുന്നതും. പക്ഷേ ആ മേഖലയിലേക്ക് എങ്ങനെ കടന്നു വന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകതയും. കാരണം ബിടെക് ബിരുദധാരിണിയാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് എങ്ങനെയാണ് വഴിതെളിയിച്ചത്? അതെ, ഇത് ആക്ച്വലി ജേർണി തുടങ്ങിയത് സിവിൽ എഞ്ചിനീയർ ആയിട്ടാണ്. പിന്നെ മാർഗം അങ്ങനെ ആസ് ഇറ്റ് അൺഫോൾഡഡ് കുറേ പഠിക്കാൻ പറ്റി എൻ്റെ പേഴ്സണാലിറ്റി കുറിച്ച് കോളേജിലും അത് കഴിഞ്ഞിട്ടും മാസ്റ്റേഴ്സ് ചെയ്തു urban planning ആൻഡ് പബ്ലിക് urban പ്ലാനിങ്ങിൽ ആദ്യം. അവിടെ നിന്ന് തന്നെ എനിക്ക് സിറ്റി ഡെവലപ്മെൻറ്റും സിറ്റീനെ കുറിച്ച് ഡെവലപ്മെൻറ്റ് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പൊതുമേഖല സ്ഥാപനങ്ങളിൽ കുറേ വർക്ക് ചെയ്തപ്പോൾ, ഹഡ്കോ പോലെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തപ്പോൾ കുറേ പബ്ലിക് പ്രോഗ്രാംസും പ്രോജക്ട്സും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയത്. അതിൻ്റെ ശേഷമാണ് ഒരു സബാറ്റിക്കൽ എടുത്തിട്ട് സ്കോളർഷിപ്പ് നൽകിയത് സിംഗപ്പൂരിന്, ലീ കുവാൻ യു സ്കൂൾ ഓഫ് പബ്ലിക് പോളിസിന്ന്. അത് ചെയ്യാൻ കാരണം അന്ന് ഇന്ത്യയിൽ കുറേ ബോട്ടിൽ നെക്സ് ഉണ്ടായിരുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും ഡെവലപ്മെൻറ്റ് വികസനത്തിന് ഒരുപാട് പ്രശ്നങ്ങളും ബോട്ടിൽ നെക്സ് ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു 2010-11 ടൈമിൽ. അപ്പോഴാണ് ഞാൻ ഈ ഒരു കോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചത്. അതിന് ശേഷമാണ് അത് ഒക്കെ പഠിച്ചതിന് ശേഷമാണ് ഇവിടെ കുറേ മിനിസ്ട്രീസിലും ലീഡർഷിപ്പ് പൊസിഷൻസിൽ കുറേ പ്രോഗ്രാംസും പോളിസീസും ഇതിൻ്റെ രൂപരേഖകളും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും അക്രോസ് ദ കൺട്രി ചെയ്യാനായിട്ട് കുറേ അവസരങ്ങൾ കിട്ടിയത്. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ജേർണി സോ ഫാർ. അങ്ങനെയാണ് ഒരു പബ്ലിക് പോളിസി എക്സ്പേർട്ടായിട്ട് ഇപ്പോൾ പറയപ്പെടുന്നത്. വ്യത്യസ്ത കേന്ദ്ര സർക്കാരുകളുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് കഴിഞ്ഞ BJP സർക്കാരിൻ്റെ കാലത്ത്, ഇപ്പോൾ മോദി സർക്കാരിൻ്റെ കാലത്ത്, അതോടൊപ്പം UPA ഭരണകാലത്ത് ഒക്കെ തന്നെ. ഈ കേന്ദ്ര സർക്കാരുകൾ ഇതിൽ കാണിക്കുന്ന പൊതുനയ രൂപീകരണ പോളിസിയിൽ കാണിക്കുന്ന ഒരു താല്പര്യം എത്രത്തോളമാണ്? പ്രത്യേകിച്ച് മോദി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടാകുന്ന ഈ നയരൂപീകരണങ്ങൾ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നവയാണ്? തീർച്ചയായിട്ടും ഈ മോദി സർക്കാരിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് വന്നിരിക്കുന്നത്. ഒരുപാട് പദ്ധതികളും പ്രോഗ്രാംസും പോളിസീസും ഡിസൈൻ ചെയ്യാനായിട്ടും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടും ഒരു ഫോക്കസ് കൊടുത്തത് ഈ ഗവൺമെൻറ്റാണ്. പണ്ടത്തെ UPA സർക്കാരിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയും കുറേ പോളിസീസും പ്രോഗ്രാംസും ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്. പക്ഷെ അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഫോക്കസ് ഈ ഗവൺമെൻറ്റിലാണ് അത് വന്നിരിക്കുന്നത്. ഒരു മിഷൻ മോഡിനൊരു ഇംപ്ലിമെൻറ്റേഷൻ്റെ ഒരു ഫോക്കസാണ് വന്നിരിക്കുന്നത്. പിന്നെ എല്ലാ സർക്കാരുകൾ വന്നാലും നമ്മുടെ ഒരു മെയിൻ എയിംസ് ഡെവലപ്മെൻറ്റും ഗവർണൻസിൻ്റെ ഒരു എയിംസ് ഒരു 3-4 പില്ലേഴ്സ് ഉണ്ട്. സീറോ ഹങ്കർ, സീറോ പോവർട്ടി, പിന്നെ എല്ലാവർക്കും എംപ്ലോയ്മെൻറ്റ് ഫോർ ഓൾ. സോ ദീസ് കൈൻഡ് ഓഫ് ബേസിക് ടെനറ്റ്സ് ആണ് എല്ലാ ഗവൺമെൻറ്റ്സിലും ഉള്ളത്. പക്ഷെ അത് എത്രത്തോളം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് എല്ലാ ഗവൺമെൻറ്റിനും അതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം അത് ഈ മോദി സർക്കാർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പല പദ്ധതികളും പല പ്രോഗ്രാംസും വഴി കവറിങ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറഞ്ഞ യുണൈറ്റഡ് നേഷൻസ് ഉണ്ട്. അതിൽ കുറേ ഗോൾസ് ഉണ്ട്. സീറോ ഹങ്കർ, സീറോ പോവർട്ടി, ഈക്വൽ എംപ്ലോയ്മെൻറ്റ് ഫോർ ഓൾ, അങ്ങനത്തെ പല 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഉണ്ട്. അത് നീതി ആയോഗാണ് അത് മോണിറ്റർ ചെയ്യണത്, എങ്ങനെ ഇന്ത്യ അത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ പാത്വേയിൽ എങ്ങനെ പോകണതെന്ന്. അപ്പോൾ മോദി സർക്കാർ കൃത്യമായിട്ടും അവരുടെ പോളിസീസും പ്രോഗ്രാംസും UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിന് ഫോക്കസ് ചെയ്തിട്ടാണ് പോളിസീസും പ്രോഗ്രാംസും ഡിസൈൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ സ്പീഡി ഇംപ്ലിമെൻറ്റേഷനിലാണ് അവരുടെ ഒരു സ്ട്രോങ് പോയിന്റ്. തീർച്ചയായും ഇത്തരത്തിലുള്ള ഈ പൊതുനയ രൂപീകരണ പദ്ധതികളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നവയായിരുന്നല്ലോ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ, അതുപോലെ PMRY, സിംഗിൾ ഗേൾ ചൈൽഡ് പദ്ധതി, സുകന്യ സമൃദ്ധി പദ്ധതി, അങ്ങനെയൊക്കെയുള്ള നിരവധി പദ്ധതികൾ. അതൊക്കെ തന്നെ എത്രത്തോളം പ്രാവർത്തികമാക്കി ഇന്ത്യയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്? അവയുടെ പ്രാധാന്യം എത്രത്തോളം ഇന്ത്യയെ വനിതകളുടെ പുരോഗതിക്ക് വേണ്ടി ഈ പദ്ധതികളൊക്കെ തന്നെ നയിച്ചു?
അതെ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ഒരു യുണീക്ക് ഒരു ആന്തോളൻ പോലെയായിരുന്നു, ഒരു ഡ്രൈവ് ആയിരുന്നു ഗവൺമെന്റിന്റെ. അപ്പോൾ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞാൽ അക്രോസ് ഓൾ സ്കീംസിന് വിമൻ എംപവർമെന്റിന് ഒരു ഫോക്കസ് ചെയ്തിട്ട് ഒരു ക്യാമ്പയിൻ മോഡിലായിരുന്നു അത് തുടങ്ങിയത്. ബേസിക്കലി അത് ടു റെഡ്യൂസ് ജെൻഡർ ഡിഫറൻസിയേഷൻ ആൻഡ് ബർത്ത്, പിന്നെ ഇംപ്രൂവ്മെന്റ് ഓഫ് എൻറോൾമെന്റ് ഓഫ് ഗേൾസ് ഇൻ സ്കൂൾസ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു 6 ഇയേഴ്സിൻ്റെ ശേഷം 2014 അത് ക്യാമ്പയിൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ ഗേൾസ് എൻറോൾമെൻറ്റ് ഒരുപാട് കൂടിയിട്ടുണ്ട് സ്കൂൾസിലും, പ്രൈമറിയും സെക്കൻഡറി സ്കൂൾസിലും ഗേൾസ് എൻറോൾമെൻറ്റ് റേഷ്യോ ഒരുപാട് കൂടിയിട്ടുണ്ട്, സെക്സ് റേഷ്യോ കൂടിയിട്ടുണ്ട്, പിന്നെ ഡെത്ത് ഓഫ് ഗേൾ ചൈൽഡ് അറ്റ് ബർത്ത് അതും ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ. കേരളം മാത്രം നമുക്ക് നോക്കാൻ പറ്റില്ല, ബിക്കോസ് കേരളം ഓൾറെഡി ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സിൽ കുറേ സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ ഈ തരത്തിലെ പ്രോഗ്രാം ഒരുപാട് അണ്ടർ ഡെവലപ്ഡ് സ്റ്റേറ്റ്സിലൊക്കെ ആയിരുന്നു കൂടുതൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്. പക്ഷെ അതില്ലാണ്ട് തന്നെ ലൈക്ക് യു സെഡ് പ്രധാനമന്ത്രി സുകന്യ സമൃദ്ധി യോജന, അതൊരു ഗേൾ ചൈൽഡിന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഒരു പേരൻറ്റിന്. പിന്നെ അതിൽ ഒരു ലോങ് ടേം ആയിട്ട് സേവിങ്സ് ആയിട്ടാണ് ഒരു ഗേൾ ചൈൽഡിന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ക്യാമ്പയിൻ മോഡിൽ അത് എൻകറേജ് ചെയ്യുന്ന പേരൻസിന്. പിന്നെ അതിലൊരു 7.6% ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ അതൊക്കെ തന്നെ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് ഓൾ ഓവർ ദ കൺട്രി. പ്രധാനമന്ത്രി ജൻധൻ അക്കൗണ്ട്സ് അത് കുറേ പേര് അത് ദേ മേക്ക് സപ്പോസ് യു ഹാവ് ടു ക്രിട്ടിസൈസ് ചെയ്യാനായിട്ടാണെങ്കിൽ അവർ പറയും ഒരു അക്കൗണ്ട് വെറുതെ ഓപ്പൺ ആണ്, സീറോ ബാലൻസ് അക്കൗണ്ട് ആണ്. പക്ഷെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എല്ലാവർക്കും. അപ്പോൾ അത് തന്നെ ഒരുപാട് ഇറ്റ്സ് എ ഹ്യൂജ് പ്രോഗ്രസ് ദാറ്റ് ഹാസ് ബീൻ മെയ്ഡ് ടുവേർഡ്സ് യൂണിവേഴ്സൽ ബാങ്കിങ് ഓഫ് ഓൾ ഇൻ ദ കൺട്രി. അപ്പോൾ 40.35 crore അക്കൗണ്ട്സോളം പ്രധാനമന്ത്രി ജൻധൻ യോജനയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ മോർ ദൻ 50% ആർ വിമൻ അക്കൗണ്ട് ഹോൾഡേഴ്സ്. അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. വിമൻ ലെഡ് എംപവർമെൻ്റ് ആണ് മോദി സർക്കാരിൻ്റെ ഒരു വിഷൻ. നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ പഴയ സർക്കാരിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഈ സർക്കാരിൽ ഒരുപാട് ഫോക്കസ് കൊടുത്ത ഒരു സ്കീമായിരുന്നു അത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് വഴിയാണ് അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഫോക്കസ്. ഒരുപാട് വിമനെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിലോട്ട് ഫോം ചെയ്തിട്ട് അവരെ എങ്ങനെ മൊബിലൈസ് ചെയ്യുക, ഗ്രൂപ്പ് ഫോർമേഷനും ഗ്രൂപ്പ് സേവിങ്സ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്കീമാണ് അത്, വിമൻ മൈക്രോ എൻ്റർപ്രൈസസിന് വേണ്ടിയിട്ട്. ഇങ്ങനത്തെ ഒരുപാട് സ്കീംസും പ്രോഗ്രാംസ് ഉണ്ട്. അത് കുറേ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് ടുവേർഡ്സ് വിമൻ ലെഡ് ഡെവലപ്മെൻറ്റ്. പിന്നെ മിഷൻ PM പോഷൻ അഭിയാൻ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. PM പോഷനും ഇന്ദ്രധനുഷ് സ്കീമും രണ്ടും ടുവേർഡ്സ് ഓവറോൾ ന്യൂട്രീഷൻ and for pregnant women and lactating mothers, and Indradhanush is for providing universal coverage of immunization against communicable diseases. Ee rendu missions has impacted a lot towards women development. തീർച്ചയായും മാഡം സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ വിവിധ പദ്ധതികൾ സാമൂഹിക തലത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഒരു പദ്ധതി രൂപീകരണ വേളയിൽ ഇത് പ്രാവർത്തികമാക്കാൻ സാധിക്കും എന്നുള്ള ഒരു പഠനം നടത്തുമല്ലോ. അപ്പോൾ ഗ്രാമ നഗര വ്യത്യാസങ്ങൾ വേർതിരിച്ചാണോ അത്തരത്തിലുള്ളൊരു പഠനം, അതോ ഇംപ്ലിമെൻറ്റേഷൻ ഒരുപോലെ തന്നെ നടപ്പാക്കാൻ സാധിക്കുമെന്നാണോ കരുതുന്നത്? എങ്ങനെയാണ് ഒരു പദ്ധതി നയ രൂപീകരണ വേളയിൽ ആ കാര്യങ്ങൾ പഠിച്ച് പ്രാവർത്തികമാക്കുന്നത്? അതെ, ഇപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ് വേറൊരു മിനിസ്ട്രി ഉണ്ട്, ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ് വേറൊരു മിനിസ്ട്രിയാണ്. അപ്പോൾ പല മിനിസ്ട്രീസും പല സെക്ടേഴ്സിന് വേണ്ടിയിട്ട് മിനിസ്ട്രീസിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് തന്നെ പല സെക്ടോറൽ ഇമ്പാക്റ്റും സെക്ടോറൽ ഇൻ്റർവെൻഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല മിനിസ്ട്രീസും ഫോം ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ. അപ്പോൾ അർബൻ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ്സിൻ്റെ അതിൻ്റെ ഒരു മോഡ് ഓഫ് ഇംപ്ലിമെൻറ്റേഷനും ഡിസൈൻ ഓഫ് ദ പോളിസീസും വ്യത്യസ്തമാണ് റൂറൽ ഡെവലപ്മെൻറ്റ്. ബിക്കോസ് റൂറൽ ഏരിയാസിൻ്റെ ഇഷ്യൂസ് വേറെയാണ്, അർബൻ ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് വേറെയാണ്. ഇപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റിൽ നമുക്ക് ഒരുപാട് ഗ്രീൻ ഫീൽഡ് ഇനീഷ്യേറ്റീവ്സ് ചെയ്യാൻ സാധ്യതയുണ്ട്. ബിക്കോസ് അവരുടെ ഡെവലപ്മെൻറ്റ് ഇസ് നോട്ട് റീച്ച് ടു എ സ്റ്റേജ് വെയർ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയല്ല റൂറൽ ഡെവലപ്മെൻറ്റ്. ഇപ്പോഴും ഗ്രാമപഞ്ചായത്തിൽ ഒരുപാട് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ഈ മോദി സർക്കാരിൽ കൂടുതൽ ഫോക്കസ് റൂറൽ ഡെവലപ്മെൻറ്റിലോട്ടിലാണ്. ബിക്കോസ് അതായിരുന്നു ഒരു നെഗ്ലക്റ്റഡ് സെക്ടർ. പണ്ടും റൂറൽ ഡെവലപ്മെൻറ്റിന് ഒരുപാട് പ്രോഗ്രാംസും പോളിസീസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒരുപാട് ശക്തീകരണം കിട്ടിയത് ഈ മോദി സർക്കാർ വഴിയാണ് റൂറൽ ഡെവലപ്മെൻറ്റിന്.
ഇപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റ് പോളിസീസ് നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗ്രാമപഞ്ചായത്സിനെ എംപവർമെൻറ്റ് ചെയ്യാനായിട്ടാണ് കുറേ പ്രോഗ്രാംസ് വന്നത്. ഇപ്പോൾ ഈ മോദി സർക്കാരിലാണ് 15th ഫിനാൻസ് കമ്മീഷനും 14th ഫിനാൻസ് കമ്മീഷനിൽ ഹ്യൂജ് ഡെവല്യൂഷൻ ഓഫ് ഗ്രാൻസ് ഉണ്ടായിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിലേക്ക്. പിന്നെ 74th and 73rd അമെൻമെൻറ്റ് പണ്ട് വെസ്റ്റ് ബംഗാളും കേരളയിലും മാത്രമായിരുന്നു അതിൻ്റെ ഒരു എൻഫോഴ്സ്മെൻറ്റ് ഉണ്ടായിരുന്നത്, സോ കോൾഡ് എൻഫോഴ്സ്മെൻറ്റ്. പക്ഷേ ഈ സർക്കാർ വഴിയാണ് ഇത് ത്രൂ ഔട്ട് ദ കൺട്രി ഗ്രാമപഞ്ചായത്ത് ഒരുപാട് എംപവർമെൻറ്റ് ഉണ്ടായിട്ടുണ്ട് ത്രൂ ദിസ് ഗവൺമെൻറ്റ്സ് പ്രോഗ്രാംസ്. കുറേ പ്രോഗ്രാംസ് ഉണ്ട് ഗ്രാമീണ മേഖലയിൽ. മൻരേഗ എല്ലാവർക്കും അറിയാം, MG നരേഗ, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന, അങ്ങനത്തെ കുറേ പ്രോഗ്രാംസ്, ലൈവ്ലിഹുഡ് മിഷൻ, റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, അങ്ങനത്തെ കുറേ പ്രോഗ്രാംസ് റൂറൽ ഡെവലപ്മെൻറ്റിലുണ്ട്. urban ഡെവലപ്മെൻറ്റിന് അതേപോലെ തന്നെ അങ്ങനത്തെ പ്രോഗ്രാംസും പദ്ധതികളും ഉണ്ട്. ഈ പദ്ധതികളുടെ ഭാഗമായി കേരളത്തിലും പങ്കാളിയായിട്ടുണ്ടല്ലോ. നമുക്കറിയാം വിദ്യാഭ്യാസപരമായി കേരളം വലിയ മുന്നോക്ക അവസ്ഥയിൽ തന്നെയാണ്. പക്ഷേ പല കാര്യങ്ങളിലും പിന്നോക്കം പോകുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കും. സ്ത്രീ പീഡനത്തിൻ്റെ കാര്യം, കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ കാര്യം ഒക്കെ തന്നെ. കേരളം ഏതൊക്കെ മേഖലകളിലാണ്, അല്ലെങ്കിൽ എങ്ങോട്ടാണ്, എവിടെയാണ് ഈ പിന്നോട്ടടിക്കുന്നത്? അതെ, ഞാൻ പറഞ്ഞ പോലെ ഹെൽത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേരള വാസ് എഹെഡ് ഇൻ ദ ഏർലിയർ സ്റ്റേജസ്. മറ്റേ സ്റ്റേറ്റ്സിനെക്കാട്ടിലും മുന്നോട്ടായിരുന്നു ആദ്യം ചെയ്തത്. പ്രൈമറിയും സെക്കൻഡറി ടെർഷറി ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് വാസ് സ്ട്രോങ്. പക്ഷേ ഇപ്പോൾ വിത്ത് ഗ്രോയിങ് ഇൻഫ്ലക്സ് ഓഫ് മൈഗ്രൻസ്, പുറത്തു നിന്നുള്ള കൺട്രീസിനും വരുന്ന മൈഗ്രൻസും NRI പോപ്പുലേഷൻ തിരിച്ചു വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ. പാൻഡമിക്കിൻ്റെ ടൈമിൽ നമ്മൾ നോക്കിയത് ആദ്യം കേരള ഒരുപാട് നന്നായിട്ട് പെർഫോം ചെയ്തു, പിന്നീടാണ് അവർക്ക് ഈ ഇൻഫ്ലക്സ് കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രൈമറി സെക്കൻഡറി ടെർഷറി ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സമയമായിട്ടുണ്ട്. എസ്പെഷ്യലി ഈ പാൻഡമിക്കും ഇങ്ങനത്തെ ഒരു അൺപ്രസിഡൻറ്റഡ് ഔട്ട് ബ്രേക്സ് വരുമ്പോൾ നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആദ്യം അഡിക്വേറ്റ് വി ഹാവ് ടു ടേക്ക് എ സ്റ്റോക്ക് നൗ. ഇറ്റ്സ് ടൈം ടു ഇൻട്രോസ്പെക്ട് ആൻഡ് റിയലി തിങ്ക് വെദർ നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഇസ് ഇറ്റ് അഡിക്വേറ്റ് ടു കോപ്പ് അപ്പ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് പാൻഡമിക്സ്. അതാണ് ഒന്ന് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. പിന്നെ സെക്കൻഡ്, ക്രൈം റേറ്റ്സ്. അത് കേരള ഹാസ് ഇഗ്നോർഡ് ക്രൈം റേറ്റ്സ്. ഇപ്പോൾ നമ്മുടെ റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 10 yearsൽ there have been more than 16,000 cases of rapes against women and more than 1 lakh cases of crimes against women. So somewhere നമ്മൾ ഈ ആസ്പെക്റ്റ് നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് കൂടുതൽ ഫോക്കസ് വരുത്തണം. അതേപോലെ തന്നെ ഞാൻ കുറേ ഇൻ്റർവ്യൂസിലും പണ്ട് ഇപ്പോൾ പറയാറുണ്ട്, ഈ MSME മേഖലകളും സ്റ്റാർട്ടപ്സിലും നമുക്ക് ഒരുപാട് ഫോക്കസ് വരുത്താനുണ്ട് കേരളത്തിൽ. ഇപ്പോഴും നമ്മുടെ ഒരു വെൽഫെയർ എക്കോണമി ബേസിസിലാണ് നമ്മൾ ഇപ്പോഴും നമ്മുടെ ഒരു തിങ്കിങ്. ഒരു 9 to 5 ജോബും എംപ്ലോയ്മെൻറ്റ് വേണം. ഏതെങ്കിലും ഒരു ബോർഡിലും ഏതെങ്കിലും ഒരു ഗവൺമെൻറ് എൻറ്റിറ്റിയിലും നമുക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്നാണ് ആൾക്കാരുടെ ഒരു ധാരണ. പക്ഷേ അത് സംതിങ് കോൾ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്. മീൻസ് നമ്മൾ എത്രത്തോളം നമ്മൾ പഠിച്ചു അതേപോലെയല്ല നമുക്ക് ജോലി കിട്ടുന്നത്. ഇപ്പോൾ കേരളത്തിൽ പഠിത്തം വിദ്യാഭ്യാസം കൂടുതലാണ് ആൾക്കാർക്ക്. അപ്പോൾ അതേപോലെ തന്നെ ജോലികളും നമുക്ക് അക്കോർഡിംഗ്ലി പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ മോദി സർക്കാരിൽ ഇപ്പോൾ സ്റ്റാർട്ടപ്സും എൻ്റർപ്രൈസ് ഡെവലപ്മെൻറ്റാണ് അവരുടെ ഒരു ഫോക്കസ് ഏരിയ. അപ്പോൾ അതിലോട്ട് കേരള നീങ്ങണം എന്നാണ്, ഇൻ അലൈൻമെൻറ്റ് വിത്ത് ദ സെൻട്രൽ ഗവൺമെൻറ്റ്സ് പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് ടുവേർഡ്സ് ഡെവലപ്മെൻറ്റ് ഓഫ് MSMEs ആൻഡ് സ്റ്റാർട്ടപ്സ്. അതെ, തീർച്ചയായും. മാഡം, അവസാനമായ ഒരു ചോദ്യം കൂടി. ഒരു രാഷ്ട്ര നിർമ്മാണത്തിൽ, ഒരു രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്കും വികസനത്തിനുമൊക്കെ തന്നെ സ്ത്രീ ശാക്തീകരണം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ്, അല്ലെങ്കിൽ വനിതാ പങ്കാളിത്തം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണ്? തീർച്ചയായിട്ടും വനിതകളുടെ റോൾ ആക്ച്വലി നാഷണൽ ബിൽഡിങ്ങിൽ ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. അവരുടെ വീടുകൾ മാത്രം ഫോക്കസ് ചെയ്യാണ്ട് അവരൊരു കമ്മ്യൂണിറ്റിയിൽ പോകണം, കമ്മ്യൂണിറ്റിയിൽ നിന്ന് സ്റ്റേറ്റിലോട്ട് പോകണം, സ്റ്റേറ്റിൽ നിന്ന് നാഷണൽ ലെവലിലേക്ക് പോകണം. പിന്നെ വിമന് ഇന്നേറ്റ് ലീഡർഷിപ്പ് എബിലിറ്റീസ് ഉണ്ട്. അത് നമുക്ക് ഇറ്റ് ഹാസ് ടു ബി ഇൻകൾക്കേറ്റഡ് ഫ്രം ദി ചൈൽഡ്ഹുഡ് ആൻഡ് ഡ്യൂറിങ് ദി യൂത്ത്. While upbringing of girl child, they have to be given that faith that they can lead groups, they can lead communities, they can lead the state and they can lead the nation. Women definitely bring in compassion, emotional intelligence, leadership abilities. Women ആണ് കൂടുതലുള്ളത്. അപ്പോൾ we have to encourage more and more women to come into nation building. രാഷ്ട്രീയ നിർമ്മാണത്തിൽ അവർ കൂടുതൽ പങ്കാളികളാവണം എന്നാണ് നമ്മുടെയൊക്കെ ഒരു ഹോപ്പ്. ആൻഡ് ദാറ്റ് ഈസ് ഹൗ ദ നാഷണൽ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ടുവേർഡ്സ് വിമൻ എംപവർമെൻ്റ് ആണ്.
അതെ, ഈ വനിതാ ദിനത്തിൽ നമ്മളോടൊപ്പം ഇത്രയും സമയം ചിലവഴിച്ചതിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി. ഹാപ്പി വിമൻസ് ഡേ ടു ഓൾ. അതെ, തീർച്ചയായും വനിതാ ദിനാശംസകൾ.